ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ചോറുണ്ണാൻ 5 മിനിറ്റിൽ നമുക്കിന്നൊരു കറി ഉണ്ടാക്കിയാലോ? ടേസ്റ്റിലൊട്ടും കുറവ് വരാതെ സമയവും ഗ്യാസും എല്ലാം വളരെ കുറച്ച് മാത്രം മതിയാവുന്ന ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആദ്യം തന്നെ ഇത്ര ഐറ്റംസാണ് റെഡിയാക്കി വെക്കേണ്ടത്. ഒരു സവോള, ഒരു തക്കാളി, 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, കറിവേപ്പില, 2 പച്ചമുളക്. ഇതെല്ലാനും കനം കുറച്ച് വേണം കേട്ടോ അരിഞ്ഞെടുക്കാൻ. ഇനി ഇതോരോന്നും നമുക്ക് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് ചേർത്തെടുത്ത ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഞാനിപ്പോൾ ഒരു 1.25 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇത് കൈകൊണ്ട് നല്ലപോലെ ഞെരടി തിരുമിയെടുക്കണം. കുറച്ച് സമയം ഇതുപോലൊന്ന് നന്നായിട്ട് തിരുമിയെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനിപ്പോൾ 2 മിനിറ്റ് മാത്രമേ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. ഞാനിപ്പോൾ 1.5 കപ്പ് അളവിൽ നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ തൈര് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് താളിച്ച് ചേർക്കണം. അതാണ് ഈ കറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. താളിച്ച് ചേർക്കുമ്പോൾ കറിക്ക് നല്ല രുചിയും നിറവും കിട്ടും. അതിനായി ഒരു ചെറിയ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 3/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഉലുവയും വറ്റൽമുളകും വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണിൽ താഴെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നേരത്തെ റെഡിയാക്കി വെച്ച മിക്സിയിലേക്ക് ചേർത്ത് ഇളക്കിയെടുത്താൽ നല്ല അടിപൊളി സാലഡ് കറി റെഡി. ചോറിനൊപ്പം കൂട്ടാൻ അടിപൊളി ടേസ്റ്റാണ്, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുപോലത്തെ ഈസി റെസിപ്പി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.